ചേർത്തലയ്ക്കടുത്ത പള്ളിപ്പുറത്ത് നടുറോഡിൽ ഭാര്യയെ കുത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ഭർത്താവിന് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. പള്ളിപ്പുറം തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റായിരുന്ന അമ്പിളിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഭർത്താവ് രാജേഷിനെ ഇരട്ട ജീവപര്യന്തം തടവിന് വിധിച്ചത്. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ചേർത്തല ചേന്നംപള്ളിപ്പുറം പഞ്ചായത്ത് 16-ാം വാർഡ് വലിയവെളി രാജേഷിനെയാണ് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എസ് ഭാരതി ശിക്ഷിച്ചത്. 2 ലക്ഷം രൂപ പിഴയും വിധിച്ചു. തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റായിരുന്ന അമ്പിളിയെ കുത്തി കൊലപ്പെടുത്തിയ കേസിലാണ് ഭർത്താവ് ജലഗതാഗത വകുപ്പ് ജീവനക്കാരൻ കൂടിയായിരുന്ന രാജേഷിനെ കോടതി ശിക്ഷിച്ചത്. 2024 മെയ് 18-ന് കുടുംബവഴക്കിനെ തുടർന്നായിരുന്നു കൊലപാതകം. പള്ളിപ്പുറം പള്ളിച്ചത്തക്കവലയ്ക്ക് തെക്ക് ഭാഗത്തായിരുന്നു സംഭവം. കടകളിലെ കളക്ഷൻ നടത്തുന്നതിനിടെ ബൈക്കിലെത്തിയ രാജേഷ് അമ്പിളിയുമായി തർക്കമുണ്ടാവുകയും മുതുകിലും കഴുത്തിലുമായി കുത്തുകയുമായിരുന്നു. നെഞ്ചിലും കഴുത്തിലും മുതുകിലും കുത്തുകൊണ്ട താഴെ വീണ അമ്പിളിയെ മരിക്കും വരെ കുത്തി പക തീർക്കുകയായിരുന്നു രാജേഷ്. 17 പ്രാവശ്യമാണ് അമ്പിളിയെ രാജേഷ് കുത്തിയത്. ഇതിൽ കഴുത്തിലെ കുത്തേറ്റ ഞരമ്പ് മുറിഞ്ഞതാണ് മരണത്തിലേക്ക് എത്തിച്ചത്. ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതിനുശേഷം കളക്ഷൻ പണവുമായി രാജേഷ് രക്ഷപ്പെടുകയായിരുന്നു. ഒടുവിൽ കഞ്ഞിക്കുഴിയിലെ ബാറിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. കൊലപാതകത്തിനും കവർച്ചയ്ക്കുമാണ് ഇയാൾക്കെതിരെ കേസ് ചാർജ് ചെയ്തിരുന്നത്. വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പ്രതി ഫയൽ ചെയ്ത ജാമ്യ ഹർജികൾ തള്ളിയിരുന്നു. ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ നടന്ന വിചാരണയിൽ പ്രോസിക്യൂഷൻ ദൃക്സാക്ഷികളെയും ശാസ്ത്രീയ തെളിവുകളും മെഡിക്കൽ തെളിവുകളും ഹാജരാക്കി. അഡീഷണൽ ഗവൺമെന്റ് ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് എ ശ്രീമോൻ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായി. ചേർത്തല സർക്കിൾ ഇൻസ്പെക്ടർ പ്രൈജുവിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അന്ന് തന്നെ ഈ പ്രതി അറസ്റ്റ്. എല്ലാ തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളും ദൃക്സാക്ഷികളെ എല്ലാം കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കേസിലെ ഒരു നേട്ടം. അന്വേഷണ ഉദ്യോഗസ്ഥർ നന്നായി ഈ കേസ് അന്വേഷിച്ച് യഥാസമയം തന്നെ കുറ്റപത്രം കൊടുക്കുകയും എന്നാൽ ഈ പ്രതിക്ക് വിചാരണ കോടതിയും ഹൈക്കോടതിയും ഒക്കെ ജാമ്യം നിഷേധിച്ചപ്പോൾ അവർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ട് പോലും ഈ കേസിൻ്റെ ക്രൂരത മനസ്സിലാക്കി സുപ്രീം കോടതി ജാമ്യം നിഷേധിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ഇവിടെ വിചാരണ നടത്തി ദൃക്സാക്ഷികളെയും ഈ കേസിലെ ശാസ്ത്രീയ പരിശോധന നടത്തിയ സാക്ഷികളെയും ശാസ്ത്രീയ തെളിവുകളും നമുക്ക് കോടതിയിൽ കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കോടതി ഈ കേസിൽ കൊലപാതകം മാത്രമല്ല, കൊലപാതക സമയത്തുണ്ടായ കവർച്ചയ്ക്ക് ആ സമയത്ത് ഈ കളക്ഷൻ ഏജൻ്റായിരുന്ന അമ്പിളിയുടെ കൈവശമുണ്ടായിരുന്ന പണവും ബാഗും തട്ടിയെടുക്കുകയും ചെയ്തായിരുന്നു. അപ്പം കൊലപാതകത്തിന് ജീവപര്യന്തവും അതോടൊപ്പം തന്നെ കൊലപാതക സമയം കവർച്ച ചെയ്തതിന് ജീവപര്യന്തവും പിന്നെ 1 ലക്ഷം രൂപ പിഴയുമാണ് ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഈ അമ്പിളിക്ക് 2 കുട്ടികളാണ്. മൂത്ത കുട്ടി പെൺകുട്ടി, അത് ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. ഇളയ ആൺകുട്ടിയാണ്, അത് +1 പഠിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ സ്നേഹവും വാത്സല്യവും ആ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് കോടതി അവർക്ക് സർക്കാരിൻ്റെ വിക്ടിം കോമ്പൻസേഷനിൽ നിന്ന് ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം കൊടുത്തു. ഈ 1 ലക്ഷം രൂപ പിഴ കൂടാതെ സർക്കാർ ആ കുട്ടികളെ ന്യായമായ നഷ്ടപരിഹാരം